നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ജനപ്രിയ മെമ്പറായ BR മഞ്ജുഷിനെ വധിക്കുവാൻ CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചന അത് വെളിച്ചത്ത് വരുവാൻ ഇതാ BJP-യുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇതാ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് BR മഞ്ജുഷിനെ അതിക്രൂരമായി മർദ്ദിച്ച് വധിക്കുവാൻ ശ്രമിച്ച CPM കാബാലികന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാർ, ഈ പ്രതിഷേധ സമരത്തിൽ അണിചേരണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടിതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീകുമാറിനെയും മനോജിനെയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ BR മഞ്ജുഷിനെയും വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സാമൂഹിക വിരുദ്ധരെ, CPM-ന്റെ കാബാലികരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ബഹുമാന്യരായ നാട്ടുകാരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ പ്രതിഷേധ സമരത്തിൽ അണിചേരൂ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ്, ജനപ്രിയ നേതാവ് BR മഞ്ജുഷിന്റെ വീട് കയറി ആക്രമിച്ച് BR മഞ്ജുഷിനെയും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാക്കളായ ശ്രീകുമാറിനെയും മനോജിനെയും അതിക്രൂരമായി മർദ്ദിച്ച് കൊല ചെയ്യുവാൻ ശ്രമിച്ച CPM കാബാലികരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി ശേഖർ രവീന്ദ്രൻ, പാർട്ടിയുടെ സമാരാധരായ നേതാക്കൾ, സഹപ്രവർത്തകര്, രാഷ്ട്രീയ സേവക സംഘത്തിന്റെ സമാരാധരായ കാര്യകർത്താക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ഒരു 6 മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഫോണിൽ വിളിച്ചുകൊണ്ടാണ് മഞ്ജീഷിന് ഇത്തരത്തിലൊരു ഗുരുതരമായ പരിക്കേറ്റ വിവരം പറഞ്ഞത്. അത് അദ്ദേഹത്തിനെതിരെയാണെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം ഞെട്ടലുണ്ടായത്. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ വരുന്നത് പൂഞ്ഞാറിൽ നിന്നാണെന്ന് എനിക്കറിയാം. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും എങ്ങനെയായിരിക്കണം ഒരു സ്ഥാനാർത്ഥി, എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് ക്ലാസ് എടുക്കാൻ ഞാൻ വിളിച്ചു വരുത്തിയത് മജീഷിനെ. അത്രയും ജനകീയ അടിത്തറയുള്ള ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ CPM-നെതിരെ മത്സരിക്കാൻ തന്റെ ഇടം കാണിക്കുന്ന മജേഷിനെ പോലെ ഒരു പൊതുപ്രവർത്തകനെ നിങ്ങൾ എത്ര ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും അത് ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം, RSS ഈ നാട്ടിലുള്ളിടത്തോളം കാലം അത് നിങ്ങളുടെ സ്വപ്നം മാത്രമായിരിക്കുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക.
ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടത്, 9.5 വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ. ഇവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കുന്ന, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന് 2014-ലാണ്. എന്നാൽ 80കളിലും 90കളിലും 2000കളിലുമൊക്കെ ഒരധികാരവും ഇല്ലാതെ കണ്ണൂർ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പോർക്കളങ്ങളിൽ നിങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വെറും കറിവേപ്പിലയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ, നിങ്ങൾക്ക് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ചാവ് മാഫിയയുടെ ആവശ്യമുണ്ട്, കഞ്ചാവ് വലിച്ചു നടക്കുന്ന ചെറുപ്പക്കാരുടെ ആവശ്യമുണ്ട്, പോലീസിന്റെ ഒത്താശ വേണം. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരിക്കുന്നില്ല, ഞങ്ങൾ സംസ്ഥാനം ഭരിക്കുന്നില്ല. ഞങ്ങൾക്കാരുടെയും ഓച്ചാരം വേണ്ട. നിങ്ങൾ പറഞ്ഞ അതേ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുവാൻ RSSനോ BJPക്കോ ആരുടെയും ഓച്ചാരം വേണ്ട എന്ന് CPM ഇനിയെങ്കിലും മനസ്സിലാക്കണം. CPMന് ഒരു കാര്യം പറയാം, 6 മാസം കൂടെ കഴിയുമ്പോ നിങ്ങളുടെ ഈ പോലീസ് ഭരണം അവസാനിക്കും. 6 മാസം കൂടെ കഴിയുമ്പോ ഈ സംസ്ഥാനത്ത് നിങ്ങളുടെ ഭരണം അവസാനിക്കും. പിന്നെ നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കാനും നിങ്ങളുടെ കൊടി പിടിക്കാനും നിങ്ങൾക്ക് കൂലിക്കാളെ വിളിക്കേണ്ട ഗതികേട് ഈ നാട്ടിലുണ്ടാകും എന്ന് നിങ്ങൾ മറക്കരുത്. ഇത് ആരുടെയും ഔദാര്യമില്ലാതെ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ, ഒന്നിനു വേണ്ടിയുമല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു പറ്റം ആളുകളാണ് ഈ പ്രസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ദിവസവും വളരുകയാണ്. നിങ്ങളുടെ കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. മജേഷിന്റെ വീട്ടില് 9:30 മണിക്ക് മജേഷിന്റെ ഭീഷണി തുടങ്ങി. എന്താണ് പേര്? നിഖിൽ എന്ന് പറയുന്ന ആള് 9:30 മണിക്ക് ഭീഷണിപ്പെടുത്തുന്നു, 10:30 മണിക്ക് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു, 11 മണിയായപ്പോ മനോജിന്റെ വീട്ടിലെത്തി അവിടെ കയ്യാങ്കളി ഉണ്ടാകുന്നു. അതിനുശേഷം അവിടെ എത്തിയത് ആരൊക്കെയാ? പ്രിയങ്കരനായ നിങ്ങളുടെ നാട്ടിലെ നേതാവ്, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രി VN വാസവൻ, അദ്ദേഹത്തിന്റെ അഡീഷണൽ PS പത്മകുമാർ, അദ്ദേഹം നോക്കി നിൽക്കുമ്പോഴാണ് ഈ ക്രൂരത നടക്കുന്നത്. എത്ര ദയനീയമായ അവസ്ഥയാണ്. 1.5 മണിക്കൂർ. ഇന്ന് ഇഷ്ടംപോലെ പോലീസ് ഉണ്ടല്ലോ നമ്മളെ ചുറ്റും നടക്കാൻ. എത്രമാത്രം പോലീസ് ഇന്ന് ഇവിടെ ഉണ്ട്? 1.5 മണിക്കൂർ കഴിഞ്ഞു. പോലീസിൽ അക്രമം നടക്കുന്നു എന്ന് വിവരമറിച്ചതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തിയത്. നിങ്ങൾക്കറിയോ, 16 സ്റ്റിച്ച് പ്രിയങ്കരനായ ശ്രീമാർജിയുടെ തലയില് 16 സ്റ്റിച്ചുണ്ട്. ആ മനുഷ്യന് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. കൊലപ്പെടുത്തണമെന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട്, ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത്. പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു, നല്ല കാര്യം. പക്ഷേ അവിടെ ആക്രമിക്കാൻ വന്നത് 2 പേരാണോ പോലീസെ? അവിടെ 50-ലധികം ആളുകളാണ് ആ വീട്ടിലേക്ക് ഇറച്ചി കയറിയത്. ഈ നാട്ടിലെ കഞ്ചാവ് മാഫിയ മുഴുവൻ ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള മാഫിയകൾക്കെതിരെ പ്രതികരിച്ച മജീഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പഞ്ചായത്ത് ഓഫീസില് ഇപ്പൊ ഇവിടെ അനൗൺസ് ചെയ്തപ്പോ എനിക്ക് അഭിമാനം തോന്നി. എനിക്കറിയാം മജീഷിനെ നേരത്തെ. ഏത് മനുഷ്യൻ പഞ്ചായത്തിലേക്ക് വന്നാലും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെക്കാൾ ഉത്തരവാദിത്തത്തോടുകൂടി അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ, അത് ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനകീയ നേതാവിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്താൽ 1000 മജീഷുമാരുണ്ടാകും ഈ നാട്ടിൽ. നിങ്ങൾക്കൊരു സംശയം വേണ്ട. ഇത്തരത്തിലുള്ള നടപടികളുമായി CPM മുമ്പോട്ട് പോകുവാൻ, അതിനെ ജനകീയമായി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും. അടി കൊണ്ടുകൊണ്ട് വീട്ടിൽ പോകാൻ ഞങ്ങൾ കോൺഗ്രസ് അല്ല എന്ന് CPM മനസ്സിലാക്കണം. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാക്കാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇതിനെതിരെ ഗൂഢാലോചനയെ സംബന്ധിച്ച് പത്മകുമാറിന്റെയും അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ഇത്തിത്താന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് മുരളി അനിൽ അദ്ദേഹവും ഇതോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു.
മജീഷിനോട് ചോദിച്ചിട്ട് നീ ഞങ്ങളുടെ മുരളി സാറിനെതിരെ മത്സരിക്കാൻ തയ്യാറാകുമോ? മുരളി സാർ ആരാ? ദൈവമാണോ? മുരളി സാറിനെതിരെ മത്സരിക്കാൻ പറ്റിയല്ലേ? പിണറായി വിജയൻ ഞങ്ങൾക്ക് പുല്ലാണോ? പിന്നെയാണോ നിങ്ങളുടെ മുരളി സാർ? പിണറായി വിജയൻ ഞങ്ങൾക്ക് പുല്ലാണ്. അതുകൊണ്ട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ രണ്ടു കാലം നടക്കേല എന്ന് സഖാക്കൾ ഓർത്ത് ഒരു സംശയം വേണ്ട. ഇത് കോട്ടയമാണ്, കേരളമാണ്. അതിലുപരി പറയാം, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് ഇത് എന്ന് നിങ്ങൾ മറക്കരുത്. ഞാന് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മജീഷിനെതിരെയും ശ്രീകുമാരനെതിരെയും മനോജിനെതിരെയും ആ കുടുംബത്തിനെതിരെയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആ കുടുംബത്തിൽ നിങ്ങളെല്ലാം ഫോട്ടോ കണ്ടു കാണും. ആ വീടിനകത്ത് കയറി കാണിച്ച് ഈ തോന്നിവാസത്തിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കണം. ഇതിന്റെ പുറകിൽ നടന്ന ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണം. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇതിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം. അവരെ പ്രതി ചേർത്തിട്ടില്ല ഈ നിമിഷം വരെ. അത് മാത്രമല്ല, രണ്ടുപേരെ പ്രതി ചേർത്തുകൊണ്ട് വിഷയത്തിന് 50 പേര് നടത്തിയ ഒരു ഗുണ്ടായുസത്തിന്, 50 പേര് നടത്തിയ ഒരു അതിക്രമത്തിന് രണ്ടുപേരെ പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സമാധാനിച്ച് വീട്ടിൽ പോകുമെന്ന് പോലീസ് വിചാരിക്കരുത്. നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ ജില്ല ഉൾപ്പെടെ ഈ ജില്ല മുഴുവൻ വ്യാപിക്കുന്ന പ്രതിഷേധ പരിപാടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.